കാരുണ്യത്തിലേക്ക് സ്വാഗതം. ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട എന്നൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ. ഈ ചൊല്ല് തികച്ചും അർത്ഥവത്തായിരിക്കുന്നത് തിരുവനന്തപുരത്തിനടുത്ത് വട്ടപ്പാറയിലുള്ള 25-കാരനായ മനോജിന്റെ ജീവിതത്തിലാണ്. രതീഷ്, ജോസ്, സുധീഷ്, ബിജു എന്നിവർക്ക് ആത്മസുഹൃത്താണ് മനോജ്. ഇവരുടെ ഈ സുഹൃബന്ധം ഇന്ന് നമ്മുടെ ഇടയിൽ കാണുന്ന പുറമേ ചിരിക്കുന്ന സൗഹൃദമായിരുന്നില്ല എന്നും ഹൃദയത്തെ ഹൃദയം കൊണ്ട് തന്നെ കാണുന്ന പരിശുദ്ധ സ്നേഹബന്ധം തന്നെയായിരുന്നുവെന്ന് മനോജിന്റെ ഇന്നത്തെ ദയനീയ അവസ്ഥ വ്യക്തമാക്കുന്നു. പഠിക്കുന്ന കാലത്ത് പഠിക്കാൻ വളരെ സമർത്ഥനായിരുന്ന മനോജിന് കുടുംബ പ്രശ്നങ്ങളും നിരന്തരം ബുദ്ധിമുട്ടിക്കുന്ന സാമ്പത്തിക പ്രയാസങ്ങളും കാരണം +2-വിനപ്പുറം തുടർന്ന് പഠിക്കാൻ കഴിഞ്ഞില്ല. എങ്കിലും ശാരീരിക പ്രശ്നങ്ങൾ ഏറെ ഉള്ളത് കാരണം ജോലിക്ക് പോയി കുടുംബത്തെ പോറ്റാൻ നിവൃത്തിയില്ലാത്ത അച്ഛൻ്റെ നിസ്സഹായാവസ്ഥയിലും ഗവൺമെൻറ് കണ്ണാശുപത്രിയിൽ തിമിരത്തിന് ചികിത്സ നടത്തിയിട്ടും ഒരു ഫലവും കാണാതെ അന്ധയായി തീർന്ന അമ്മയെ സംരക്ഷിക്കാനുമായി മനോജ് +2 കഴിഞ്ഞ് തുടർന്ന് പോകേണ്ടതിന് പകരം പഠിപ്പിൽ വളരെ സമർത്ഥനായിട്ടും അതീവ വിദ്യാഭ്യാസ ആഗ്രഹങ്ങൾ മനസ്സിലുണ്ടായിട്ടും കുടുംബ പ്രാരാബ്ദങ്ങൾക്ക് ഒരറുതി വരുത്തുക എന്ന ഉദ്ദേശത്തോടെ കൂലിപ്പണിക്ക് പോകാൻ നിർബന്ധിതനായി. സ്വന്തം കുടുംബത്തിന് ഒരു തണലേകുക എന്ന ഉദ്ദേശത്തോടെ കൂലിപ്പണിക്ക് പോയി മടങ്ങി വരുമ്പോഴാണ് 2007 ജൂലൈ 7-ാം തീയതി വൈകുന്നേരം മനോജിന്റെ ജീവിത സ്വപ്നങ്ങൾ ഇടിവെട്ടേറ്റ് ചിന്ന ഭിന്നമായത്. നിറയെ ഫ്ലൈവുഡും കയറ്റിക്കൊണ്ടുവന്ന ഒരു പിക്കപ്പ് വണ്ടി റോഡരികിലൂടെ നടന്നു പോയിക്കൊണ്ടിരുന്ന മനോജിന്റെ നേർക്ക് നിയന്ത്രണം വിട്ട് കാലനെ പോലെ പാഞ്ഞു വരികയും മനോജിനെ ഇടിച്ചു തെറിപ്പിച്ചതിനെ തുടർന്ന് ആ വാഹനത്തിലുണ്ടായിരുന്ന ഫ്ലൈവുഡ് മുഴുവൻ മനോജിന്റെ മേൽക്ക് മൊത്തമായും പതിക്കുകയും ചെയ്തു. ഈ ഘോര വിപത്തിനെ തുടർന്ന് മൃദുപ്രായനായി തീർന്ന മനോജിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിച്ചപ്പോൾ ഓപ്പറേഷൻ അത്യാവശ്യമാണെന്നറിഞ്ഞ് ഗുരുതരമായ ആ ഓപ്പറേഷൻ കഴിഞ്ഞ് 2 ആഴ്ച മനോജ് ജീവിതത്തിനും മരണത്തിനുമിടയ്ക്ക് മല്ലടിച്ചുകൊണ്ട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കിടന്നു. തുടർന്ന് 2.5 വർഷങ്ങൾ മെഡിക്കൽ കോളേജിൽ ഫിസിയോതെറാപ്പിയും ചെയ്തു. എന്നിട്ടും മനോജിന്റെ നിലയിൽ പറയത്തക്ക പുരോഗതിയൊന്നും ഉണ്ടായില്ല. വാരിക്കോരി പണം ചെലവഴിക്കാൻ തക്ക സാമ്പത്തിക അവസ്ഥ മനോജിന്റെ നിർധയനായ കുടുംബത്തിന് ഇല്ലാത്തതിനെ തുടർന്ന് എന്തു ചെയ്യേണ്ടു എന്നറിയാതെ മനോജും കുടുംബവും മറ്റു സുഹൃത്തുക്കളും നല്ലവനായ നാട്ടുകാരും മനോജിന്റെ അവസ്ഥയോർത്ത് നിശബ്ദമായി വിലപിച്ചുകൊണ്ടിരുന്നു. ജോലിക്ക് പോയിട്ട് ജോലിയില്ലാതെ വന്ന സമയത്ത് തിരിച്ചു വന്ന സമയത്ത് ആക്സിഡൻറ്റ് പറ്റി നട്ടിന് പൊട്ടൽ സംഭവിച്ച് 3.5 വർഷമായിപ്പോൾ കിടപ്പിലാണ്. മെഡിക്കൽ കോളേജിലായിരുന്നു ആദ്യത്തെ ചികിത്സ. അത് 3 മാസം കഴിഞ്ഞപ്പോൾ അവിടുത്തെ ചികിത്സയെല്ലാം തീർന്നു പറഞ്ഞ് അവർ വീട്ടിലോട്ട് വിട്ടു. അത് കഴിഞ്ഞ് പിന്നെ ഫിസിയോതെറാപ്പി 3 വർഷം ചെയ്തു. അത് കഴിഞ്ഞപ്പം കോട്ടയം മെഡിക്കൽ കോളേജിൽ PS ജോൺ ഡോക്ടറിൻ്റെ നേതൃത്വത്തിൽ കണ്ടുപിടിച്ച ചികിത്സയെക്കുറിച്ച് അറിഞ്ഞ് അവിടെ പോയി ഡോക്ടറെ കണ്ടു. അവിടുത്തെ ചികിത്സയിലാണ്. അവിടുത്തെ 5 ഇഞ്ചക്ഷൻ എടുത്തു. അവിടുത്തെ ഇനി 6ാമത്തെ എടുക്കാൻ വേണ്ടിയിട്ട് അടുത്തേച്ച് പോകണം. ചികിത്സയ്ക്ക് പൈസയ്ക്കൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. ഡോക്ടർ വ്യത്യാസം വരും, പഴയതുപോലെ എനിക്ക് നടക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചികിത്സ. ഇപ്പോൾ അരയ്ക്ക് താഴോട്ട് അറിഞ്ഞൂടാ, വേദന അറിഞ്ഞൂടാ, മരവിച്ചിരിക്കുകയാണ്, നടക്കാൻ പറ്റില്ല. എണീറ്റിരിക്കാൻ പറ്റും.
ബന്ധുക്കൾ എന്നതിനുപരി ഞങ്ങൾ സുഹൃത്തുക്കളെ പോലെ കഴിഞ്ഞ ആൾക്കാരാണ്. ഇപ്പം ഈ ആക്സിഡൻറ്റ് പറ്റിയിട്ട് 3.5 വർഷം കഴിഞ്ഞു. ആൾക്കാരുടെയും നാട്ടുകാരുടെയും പൊതുപ്രവർത്തകരുടെയും പള്ളിക്കാരുടെയും എല്ലാവരുടെയും സഹകരണം കൊണ്ടാണ് ഇതുവരെയുള്ള ചികിത്സകളും എല്ലാം നടന്നു പോകുന്നത്. ആദ്യം മുതൽക്ക് എല്ലാ ചികിത്സകളും. ഇപ്പോൾ ഈ ആക്സിഡൻറ്റ് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ചേട്ടൻ +2 വരെ പഠിച്ചിട്ടുണ്ട്. ആ സമയത്ത് കൂലിപ്പണി പോവുമായിരുന്നു. കൂലിപ്പണിയായിട്ട് ബന്ധപ്പെട്ട് പോയ സമയത്താണ് ഇതേപോലെ പ്ലൈവുഡ് കയറ്റി ഒരു പെട്ടിയാട്ടോ പുറത്തൂടെ മറിയുകയും തുടർന്ന് നട്ടല് പൊട്ടി അരയത്തായിട്ട് തളർന്നു പോവുകയും ചെയ്തു. അന്നുപോലെ കംപ്ലീറ്റ് ആയിട്ടും ആശുപത്രി തന്നെയാണ്. അങ്ങനെ പല ചികിത്സകൾ ചെയ്തു. പിന്നെ ഫിസിയോതെറാപ്പിയിൽ ഏകദേശം ഒരു 1.5-2 വർഷത്തോളം അവിടുത്തെ ചികിത്സയിലായിരുന്നു. എന്നിട്ടും വേറെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഈ നാട്ടിലെ ഏറ്റവും നല്ലൊരു ചെറുപ്പക്കാരനായിരുന്നു. പഠിക്കുമ്പോൾ തന്നെ ഏറ്റവും നല്ലൊരു മാതൃകാപരമായ ജീവിതം നയിച്ചുകൊണ്ട് വന്ന, കുടുംബത്തിന്റെ ബാധ്യതകളെല്ലാം സ്വയം ഏറ്റെടുത്തുകൊണ്ട് ഈ പഠനം തന്നെ ഉപേക്ഷിച്ചുകൊണ്ട് കുടുംബത്തിന് വേണ്ടി, സഹോദരിക്കും അച്ഛനും അമ്മയ്ക്കും ഒക്കെ വേണ്ടി ജോലിക്കിറങ്ങി, കൂലിവേലയ്ക്കിറങ്ങി കുടുംബം പോറ്റിയ ഒരു ദുർസ്വഭാവങ്ങളും ഇല്ലാത്ത ഈ നാട്ടിലെ എല്ലാവർക്കും പ്രിയങ്കരനായിരുന്നു മനോജ്. മനോജിന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് ഈ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം, ഞങ്ങൾക്കൊക്കെ ഒരിക്കലും അത് ആ പ്രയാസത്തിൽ നിന്ന് മുക്തരാവാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ മാത്രമല്ല, ഞാൻ പ്രവർത്തിക്കുന്ന ഒരു പുരുഷ സ്വയം സഹായ സംഘത്തിന്റെ വളരെ സജീവമായ രാജീവ് ഗാന്ധി പുരുഷ സ്വയം സഹായ സംഘം എന്ന് പറഞ്ഞ് ഇവിടെ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്നു. അതിന്റെ ഒരു സജീവ പ്രവർത്തകനായിരുന്നു. ആ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും, സാമൂഹ്യമായ പ്രവർത്തനങ്ങളിലും അതുപോലെ മറ്റ് ആളുകളെ സഹായിക്കുന്ന തരത്തിലും ഒക്കെ മുൻപന്തിയിൽ നിന്ന് ചെറുപ്പക്കാരെ സംഘടിപ്പിച്ചുകൊണ്ട് പ്രവർത്തിച്ചു വന്ന മനോജിന് ഇങ്ങനെ ഉണ്ടായത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഈ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ ദുഃഖമാണ്. ജീവിതത്തിൽ സ്വന്തമായി ഒരു ജോലി ആരും ആഗ്രഹിക്കുന്നത് അത് തന്നെ. എന്നാൽ എല്ലാവർക്കും അത് നേടാൻ കഴിയുന്നുണ്ടോ? ഇല്ല. വിഷമിക്കേണ്ട. നിങ്ങളുടെ വീട്ടിലിരുന്നു കൊണ്ട് ആയിരങ്ങളും പതിനായിരങ്ങളും നിങ്ങൾക്ക് സമ്പാദിക്കാം. എങ്ങനെയെന്നല്ലേ? ഈ കാണുന്ന അഡ്രസ്സിൽ വരികയോ ഈ നമ്പറിൽ വിളിക്കുകയോ ചെയ്യുക. ജീവ TC 50/15, പ്ലാവടി വീട്, ചിറപ്പാലം, കാലടി, കരമന PO, ട്രിവാൻഡ്രം. ഫോൺ 9961896939. നട്ടെല്ല് പൂർണ്ണമായും തകർന്ന് അരയ്ക്ക് താഴെ തീർത്തും മരവിച്ചു പോയ അതീവ ശോചനീയ അവസ്ഥയിലാണിപ്പോൾ മനോജ്. സാമ്പത്തികമായി ഒരു നിവൃത്തിയും ഇല്ലെങ്കിലും സുഹൃത്തുക്കളുടെയും വട്ടപ്പാറ RC ചർച്ച് സഭാംഗങ്ങളുടെയും നല്ലവരായ നാട്ടുകാരുടെയും സഹായത്തോടെ കോട്ടയത്ത് നാഗമഠത്തുള്ള ഫാത്തിമ മാത ആശുപത്രിയിൽ മനോജിനെ ചികിത്സിക്കാനായി പ്രവേശിച്ചു. അവിടെ വെച്ച് സ്പൈനൽ കോഡ് റീജനറേഷൻ ട്രീറ്റ്മെന്റ് ഈ രംഗത്തെ വിദഗ്ധ ഡോക്ടറായ ഡോക്ടർ ജോണിന്റെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വളരെ കാലം ചെയ്യേണ്ട ഒരു ദീർഘകാല ചികിത്സയാണിത്. 1 മാസത്തെ ഈ ചികിത്സയ്ക്കായി കോട്ടയത്ത് പോയി ഇഞ്ചക്ഷൻ എടുക്കാൻ തന്നെ 20,000 രൂപ ചെലവുണ്ട്. ഒരു വരുമാനവും ഇല്ലാത്ത മനോജിന്റെ കുടുംബത്തിന് അന്നന്നത്തെ ആഹാരത്തിന് പോലും ഒരു നിവൃത്തിയുമില്ലെന്ന നിലയിൽ മനോജിന്റെ അമ്മാവന്റെ മകനായ രതീഷും നേരത്തെ പറഞ്ഞ സുഹൃത്തുക്കളും ഇവരുടെ ദയനീയ നില നന്നായി അറിയാവുന്ന നാട്ടുകാരും സഹായത്തിലാണ് ഇതുവരെ മനോജിന്റെ ചികിത്സ തടസ്സമില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊന്ന് ക്ഷതം സംഭവിച്ചപ്പോൾ കാല് രണ്ടും തളർന്നുപോയി. വേദന എന്ന് പറഞ്ഞാൽ മരവിൽ കാണുമ്പം യൂറിൻ ട്യൂബിട്ടാണ് എടുക്കുന്നത്. മരം പോകുന്നത് അറിയില്ല.
കാല് വേദന ഒട്ടും അറിയില്ല, എന്ത് ചെയ്താലും അറിയാൻ പറ്റില്ല. ഫിസിയോതെറാപ്പി ചെയ്തപ്പോൾ ഇരിക്കാൻ ശകലം കൈകുത്തി ഇരിക്കാനുള്ള ഇത് ഫിസിയോതെറാപ്പി ചെയ്തപ്പോൾ വ്യത്യാസം വന്നു. അത് കഴിഞ്ഞപ്പോൾ കോട്ടയത്ത് ചികിത്സ കണ്ടുപിടിച്ചതിന് ശേഷം അവിടെ പോയി അവിടുത്തെ 5 ഇഞ്ചക്ഷൻ കഴിഞ്ഞു. രണ്ടാമത്തെ ഇഞ്ചക്ഷൻ കഴിഞ്ഞപ്പോൾ നടുവിന് ചെറിയ ബലം കിട്ടി, കൈ വിട്ടിരിക്കാനുള്ള ഇതായി. ഇപ്പം ഇരിക്കാനുള്ള ബാലൻസ് ഉണ്ട്. കാലിന് വ്യത്യാസം വന്നിട്ടില്ല, ഡോക്ടർ വ്യത്യാസം വരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ പുതിയൊരു ചികിത്സാ രീതി ജോൺ ഡോക്ടറുടെ നേതൃത്വത്തിൽ കോട്ടയത്ത് കണ്ടുപിടിക്കുകയും അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അന്വേഷിച്ച് കണ്ടുപിടിച്ച് അതിൻ്റെ ചികിത്സയ്ക്ക് കൊണ്ടുപോകാൻ തുടങ്ങിയത്. അതിൻ്റെ ആൾക്കാരുടെയും അവിടുത്തെ മാഗസീനുകളിൽ വന്ന പരസ്യങ്ങളുടെ എല്ലാത്തിൻ്റെ ഇതിലും ഈ ചികിത്സ കൊണ്ട് എന്തായാലും മാറ്റം വരുമെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ ചികിത്സയുടെ പേര് സ്പൈനൽ കോഡ് റീജനറേഷൻ ട്രീറ്റ്മെൻ്റ് എന്നാണ്. ഇതിൻ പ്രകാരം നട്ടലിൻ്റെ ഫ്രാക്ചറുള്ള ഭാഗത്ത് ഇഞ്ചക്ഷനാണ് ചെയ്യുന്നത്. ആ ഭാഗത്ത് കോശങ്ങൾ ഇഞ്ചക്ട് ചെയ്ത് അവിടെ ഇത് പ്രവർത്തിച്ച് പഴയതുപോലെ പ്രവർത്തനം ഉണ്ടാക്കിയെടുക്കുക, ഇതാണ് ഇതിൻ്റെ ലക്ഷ്യം. ഇതിന് പ്രകാരം മാറ്റം ഉണ്ടാവും എന്നുള്ളത് ഞങ്ങളുടെ ഏറ്റവും വലിയ വിശ്വാസമാണത്. പിന്നെ എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ്. ചെറുപ്പക്കാർക്കിടയിൽ ഒരു മാതൃകയായി പറയാവുന്ന ഒരു പയ്യനായിരുന്നു. യാതൊരു ദുസ്വഭാവങ്ങളില്ലാത്ത വളരെ നല്ലൊരു, എല്ലാവരെയും ഇഷ്ടപ്പെട്ടിരുന്ന, എല്ലാവരോടും നല്ല സ്നേഹത്തോടെ പെരുമാറിയുന്ന ഒരു പയ്യനായിരുന്നു. പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് തന്നെ നന്നായി പഠിക്കുന്ന ഒരു പയ്യനായിരുന്നു. പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ അവധി ദിവസങ്ങളിൽ ജോലിക്ക് പോയി കുടുംബത്തിലെ കഷ്ടതകൾ മാറ്റാനായിട്ട് ജോലിക്കിറങ്ങി നല്ല വീട് വളർത്തിയിരുന്ന ഒരു പയ്യനായിരുന്നു. അച്ഛന് സുഖമില്ലാത്തതുകൊണ്ടും ഡിഗ്രി ആണെങ്കിലും നല്ല മാർക്കോടെ പാസ്സാകുകയും ചെയ്തു. ഡിഗ്രിക്ക് പോയി കുറച്ച് നാൾ പോകാനും സാധിച്ചു. അതിനിടയിലാണ് ഈ ദുരന്തം സംഭവിച്ചത്. ഇത്രയും കാലം 3.5-4 വർഷത്തോളം കാലം തന്നെ ഒത്തിരി രൂപ, മാസം 20,000 രൂപയോളം ചികിത്സയ്ക്കായി വേണ്ടി വരുന്നുണ്ട്. അത് ഈ കുടുംബത്തിനെ കൊണ്ട് താങ്ങാവുന്നതാണ്. അപ്പോൾ അവനും കൂടെ അച്ഛന് സുഖമില്ലാത്ത അവസ്ഥയിൽ പയ്യനും കൂടെ ഇങ്ങനെ വന്ന് ഭവിച്ചത്, അദ്ദേഹത്തിന് സംഭവിച്ചത് കൊണ്ട് ഇപ്പോൾ നാട്ടുകാരുടെയും പല സുമനസ്സുകളുടെയും സഹായത്താലാണ് ഇതുവരെയുള്ള ചെലവുകളെല്ലാം നടന്നു പോയത്. ഇനിയാണെങ്കിൽ തന്നെ എത്രയോ വർഷങ്ങൾ വേണ്ടി വരും അപ്പം ഇതൊന്ന് നടന്ന് സ്വന്തം ആവശ്യങ്ങളെങ്കിലും നിറവേറ്റാനായിട്ട്. അപ്പോൾ അതിനുള്ള കഴിവൊന്നും ഈ കുടുംബത്തിനില്ലെന്ന് എല്ലാവർക്കും അറിയാം. അപ്പം ഇനിയും പല ആളുകളുടെയും നല്ല സഹായം ഉണ്ടെങ്കിൽ ആ പയ്യൻ്റെ നടന്ന് സ്വന്തം കാര്യങ്ങൾ നിർവഹിക്കാനുള്ള അവസ്ഥയിലെങ്കിലും എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. മനോജിന് ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന തൊട്ടാണ് എനിക്കറിയാമെന്നുള്ളത്. എന്ന് വെച്ചാൽ ആ കുട്ടി രാവിലെയും വൈകുന്നേരവും പുല്ല് പറിക്കാനൊക്കെ പോകുന്ന എൻ്റെ വീട്ടിൽ നടയിൽ കൂടെയാണ് ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്കപ്പോൾ അഭിമാനം തോന്നിയിട്ടുണ്ട്. നല്ല കുടുംബത്തിന് വേണ്ടി ഇത്രയും കഷ്ടപ്പെടുന്ന ഒരു കുട്ടിയെ ഞാൻ കണ്ടിട്ടില്ല. വേറെ ഇപ്പോഴുള്ള പയ്യന്മാരുള്ള യാതൊരു ദുർചിന്തകളും ആ കൊച്ചിനില്ല. അത് അങ്ങനെ സ്വഭാവങ്ങളൊന്നുമില്ല. അങ്ങനെ +2 വരെ ആ കുട്ടി പുല്ലും പറിക്കും, സ്കൂളിലും പോകും. അങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അച്ഛനൊരു ഓപ്പറേഷൻ വന്ന് ഈ കുട്ടി പിന്നെ പഠിത്തം പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചിട്ട് വീട്ടിലെ അച്ഛനും അമ്മയും ഒരു ഇളയ ഒരു പെങ്ങൾക്കും വേണ്ടി ജീവിച്ചത്. അങ്ങനെയാണ് 2-3 വർഷത്തേക്ക് മുന്നേ വെച്ചത് അവിടെ ആ ലോറി അപകടത്തിൽപ്പെട്ടത്. ആശുപത്രിയിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്നപ്പം കരളലിയിക്കുന്ന ഏത് മനുഷ്യരായാലും ആ കുട്ടിയുടെ രൂപം കണ്ട കരളലിഞ്ഞു പോകുമായിരുന്നു. ഞാനും കരഞ്ഞിട്ടുണ്ട് ആ കുട്ടിയെ കണ്ട്. അത്രയ്ക്ക് വിഷമം തോന്നി. ദൈവമേ, എന്നാൽ ഈ നല്ലൊരു കുട്ടിക്ക് ഈ ദുർവിധി വന്നല്ലോ, ദൈവത്തിന് കണ്ണില്ലേ എന്നാണ് ചോദിച്ചത്. എനിക്ക് ആ കുട്ടിയെ കണ്ട് അത്രയ്ക്ക് സങ്കടം വന്നു. ആ കുട്ടി 2 കണ്ണൊക്കെ കണ്ട കരഞ്ഞു പോകും. ഏതൊരു അമ്മയല്ല, ഒരു പുരുഷനായാലും അത് കരഞ്ഞിട്ടേ ആ മുറിയിൽ നിന്ന് വെളിയിൽ ഇറങ്ങിയിട്ടുള്ളൂ. അത്രയ്ക്കൊരു ദയനീയ അവസ്ഥയായിരുന്നു. എന്നാലും ഭഗവാൻ ഇത് ചെയ്തല്ലോ. ഇത്രയും നല്ല ഒരു കുടുംബത്തിൽ നല്ല ഒരു താങ്ങും തണലുമായിട്ട് വന്ന ഒരു കുട്ടിയായിരുന്നു. ആ കുടുംബത്തിന്റെ ദുർവിധി ഓർത്ത് എല്ലാവർക്കും ദുഃഖം ഉണ്ടായിരുന്നു.
നമ്മളെ വീട്ടിൽ മുകളിലാണ്. മുകളിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ മനോജ് രാവിലെ ഒരു 4 മണിയാകുമ്പോൾ റബ്ബർ ടാപ്പിങ്ങിനും കന്നാലിക്ക് വേണ്ടി പുല്ല് പറിക്കാനൊക്കെ പോയായിരുന്നു. പോയിട്ട് വന്ന് ഈ ഷീറ്റ്, ഇവിടെ പണ്ട് ഓല കെട്ടിടമായിരുന്നു, ഷീറ്റ് ഇട്ടത് ഈ കിണർ വെട്ടിയതും എല്ലാം മനോജിൻ്റെ ഇവിടെ കൂട്ടുകാരൻ രതീഷുമാണ്. രതീഷിനെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ ഒരു നല്ലൊരു കൂട്ടുകാരൻ ഒരിക്കലും കിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ അവൻ്റെ ജോലി പോലും മാറ്റി വെച്ചിട്ടാണ് മനോജിന് വേണ്ടി കഷ്ടപ്പെടുന്നത്. കോട്ടയത്ത് കൊണ്ടുപോകാനും ആശുപത്രി കാര്യങ്ങളായിരുന്നാലും എല്ലാം അവൻ്റെ പലയിടത്തു നിന്ന് ആ കുട്ടി കടങ്ങൾ വരെ എൻ്റെ ഒന്നും വാങ്ങിച്ചിട്ടുണ്ട്. ചേച്ചി ഇങ്ങനെ അത്യാവശ്യമാണ്, അങ്ങനെ ഒരുപാട് പൈസകൾ മറിച്ചിട്ട് അവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ട്. മനോജിന്റെ അമ്മാവന്റെ മകൻ രതീഷ് ഡിഗ്രി കഴിഞ്ഞ ചെറുപ്പക്കാരനാണ്. മികച്ച ജോലികൾക്കായുള്ള വാഗ്ദാനങ്ങൾ പലതും ഉണ്ടായിട്ടും മനോജിനെ ചികിത്സിക്കാൻ വേണ്ടി മാത്രമാണ് രതീഷ് ആ ജോലികളെല്ലാം തന്നെ വേണ്ടെന്ന് വെച്ച് ഒരു ടാപ്പിംഗ് തൊഴിലാളിയായി മാറിയത്. ഉയർന്ന ജോലി ലഭിച്ച് മനോജിനെ ഈ അവസ്ഥയിൽ തനിച്ചാക്കിയിട്ട് പോകാൻ രതീഷിന്റെ സൗഹൃദത്താൽ അലിവാർന്ന മനസ്സ് അനുവദിച്ചില്ല. രോഗഗ്രസ്തയിൽ മനോജിനോട് അടുത്തുനിന്ന് പരിചരിക്കുക എന്ന ഒറ്റ ഉദ്ദേശത്തോടെ സ്വന്തം ഭാവി പോലും തുച്ഛമാണെന്ന് കരുതി സ്നേഹബന്ധത്തിന് ഏത് ഭൗതിക ലാഭത്തെക്കാൾ വില കൽപ്പിക്കുന്ന രതീഷിനെ പോലുള്ളവർ 4 പേർ. ആ സുഹൃത്തുക്കളായുള്ളത് മനോജിന്റെ പൂർവ്വ പുണ്യഫലം തന്നെയാവാം. രതീഷിന് ടാപ്പിംഗ് ജോലിയിലൂടെ കിട്ടുന്ന എല്ലാ വരുമാനവും മറ്റ് 3 സുഹൃത്തുക്കളുടെ സകല സമ്പാദ്യവും ചെലവിട്ടത് മനോജിന്റെ ചികിത്സയ്ക്കാണ്. ഇത്തരമൊരു ആത്മസുഹൃത്ത് ബന്ധം ഇന്നത്തെ കലുഷിതമായ കാലത്ത് കാണുന്നതും കേട്ടറിയാൻ സാധിക്കുന്നത് പോലും ഒരു മഹാഭാഗ്യം തന്നെയല്ലേ? ഡിഗ്രി വരെ പഠിച്ചിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ ഡിഗ്രി അവസാന വർഷം ചെയ്യുന്ന സമയത്താണ് ചേട്ടന് ഈ ആക്സിഡന്റ് സംഭവിച്ചത്. പിന്നെ എനിക്കും ഒരു ജോലിക്കോ ഒന്നിനും എനിക്കും പോകാൻ പറ്റിയിട്ടില്ല. 1-2 സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി കിട്ടിയതാണ്. മെയിനായിട്ടും ചേട്ടൻ്റെ കാര്യം കൊണ്ട് തന്നെ എനിക്കും അതിനും പോകാൻ കഴിയാതെ ഞാൻ അത് ഉപേക്ഷിക്കുകയായിരുന്നു. ചേട്ടൻ്റെ കാര്യം വളരെ ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. കാരണം ആ കോട്ടയത്തെ ട്രീറ്റ്മെൻറ്റിന് കൊണ്ടുപോകുമ്പോൾ തന്നെ ഒരു പ്രാവശ്യം പോയിട്ട് വരുമ്പോൾ 20,000 രൂപയോളം ചിലവാകുന്നുണ്ട് നമുക്ക്. വീട്ടിൽ ഒരു നല്ല ഒരു വീട്ടിന് വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് പഠിക്കാൻ കഴിയാതെ വന്നപ്പോൾ കൂലിപ്പണിക്കിറങ്ങി. കൂലിപ്പണിക്കിറങ്ങി വണ്ടി ആക്സിഡന്റ് ആയിട്ട് ആശുപത്രിയിലായിരുന്നു. ആശുപത്രി തന്നെ ഇപ്പോഴും ആശുപത്രി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ദൂരെ ഒരു സ്ഥലത്ത് കോട്ടയത്ത് ചികിത്സയ്ക്ക് 5 ഇഞ്ചക്ഷൻ കഴിഞ്ഞ് ഇനി 6ാമത്തെ ഇഞ്ചക്ഷൻ അടുത്ത ബുധനാഴ്ച കൊണ്ടുപോകും. അതിന് വേണ്ടി നാട്ടുകാരും സഹായം. എല്ലാവരും നാട്ടുകാരെല്ലാം ഇഷ്ടംപോലെ സഹായിച്ചു. ഇനിയും എല്ലാവരും സഹകരിക്കുമെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ വീട്ടിലെ ദുഃഖമാണെങ്കിൽ അതിലപ്പുറം എൻ്റെ സഹോദരൻ ഒരു അപസ്മാര രോഗിയും അമ്മ ഒരു മനോരോഗിയുമാണ്. എന്നിരുന്നാലും ഞാൻ കഷ്ടപ്പെട്ട് തന്നെയാണ് വീട്ടുകാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത്
ഞാൻ എന്തെങ്കിലും കഷ്ടപ്പെട്ടുകൊണ്ട് വയ്ക്കുന്ന കാശ് വരെ ഈ മനോജിന്റെ ആവശ്യത്തിന് വേണ്ടി എൻ്റെ മകൻ എടുത്ത് ചെലവാക്കിയിട്ടുണ്ട്. അതിന് എൻ്റെ മകന് ഞാൻ ശരിക്കും വഴക്കും കൊടുക്കുന്നുണ്ട്. എന്നിരുന്നാലും ഈ മക്കൾ എണീറ്റ് നടക്കണമെന്ന് പറഞ്ഞ് ഞങ്ങൾ നല്ല അവനെ വിട്ട് തന്നെ എൻ്റെ മകനെ വിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നുണ്ട്. മനോജ് കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ എനിക്കറിയാം. കാരണം സൺഡേ സ്കൂളിലൊക്കെ സജീവമായിരുന്നു. എല്ലാവർക്കും മാതൃകയായിട്ട് വളർന്നു വന്നൊരു ചെറുപ്പക്കാരനായിരുന്നു. പഠിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥയൊക്കെ മനസ്സിലാക്കി ചെറിയ ചെറിയ ലോണുകളൊക്കെ വാങ്ങിച്ച് കോഴിക്കുഞ്ഞിനെ വളർത്തി, ആട് വളർത്തിയും ഇങ്ങനെ പശുവിനെ വളർത്തിയൊക്കെ ഈ പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ പുല്ല് കുറച്ചൊക്കെ തന്നെയാണ് അവൻ നല്ല രീതിയിൽ ജീവിച്ച് വന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു ചുറ്റുമല്ലാണ് കുടുംബത്തിൻ്റെ ഈ ബാധ്യതയായപ്പോൾ അപ്പനും സുഖമില്ലാതെയായി. പെട്ടെന്ന് അവന് ജോലിക്കൊക്കെ ഇറങ്ങേണ്ടതായിട്ട് വന്നു. മിടുക്കനായിട്ട് പഠിച്ചു വന്നതാണ്. എല്ലാവർക്കും മാതൃകയായിട്ട്. എൻ്റെ വീട്ടിൽ തന്നെ 5 അംഗങ്ങളാണ്. ഞാൻ എൻ്റെ അനിയനെ പോലെയാണ് അവനെ കണ്ടിരുന്നത്. ഏത് കാര്യത്തിനും വേണ്ടി അവൻ കാരണം ഈ ബന്ധപ്പെടുകയും സംസാരിക്കുകയൊക്കെ ചെയ്യും. എപ്പോഴും ഒരു നല്ലൊരു പയ്യനായിട്ടാണ് കണ്ടിരുന്നത്. പെട്ടെന്ന് ഇങ്ങനെ സംഭവിച്ചത് ആശ്രയിക്കിടന്ന് കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു സാഹചര്യം. ആ കിടപ്പ് അപ്പോഴത്തെ ആ ഒരു സാഹചര്യം ഞങ്ങൾ കഴിയുന്ന വിധത്തിലുള്ള സഹായം ചെയ്തെങ്കിലും അതൊന്നുമല്ല. അത് എങ്ങനെയും എത്രയും പെട്ടെന്ന് അവൻ സുഖം പ്രാപിച്ച് നടക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അതിനുള്ള ശ്രമം ദൈവം നടത്തിയെന്നാണ് ഞങ്ങൾ കരുതുന്നത്. ഞങ്ങളെ കൊണ്ട് കഴിയുന്ന വിധത്തിലുള്ള സഹായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ അതൊന്നും പറ്റൂല, ഒന്നുമല്ല. അത് എത്ര ചെയ്താലും സാധിക്കാത്തൊരു സാഹചര്യം. ചികിത്സയ്ക്ക് ചിലവ് ധാരാളം ചിലവ് 20,000 രൂപ വേണം ഒരു മാസം പോകാൻ വേണ്ടിയിട്ട്. ഇതുവരെ ആൾക്കാർ സഹായിച്ചാണ് പോയത് ചികിത്സയ്ക്ക്. വ്യത്യാസം ചെറുതായിട്ട് വരുന്നുണ്ട്. മൊത്തം ചികിത്സയും ചെയ്ത് ശരിയാവുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. എണീറ്റ് നടക്കാൻ പറ്റിയിരുന്നെങ്കിൽ അനിയത്തിയുടെ കല്യാണം, വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കണം. വലിയ ജോലിയും ചെറിയ എന്തെങ്കിലും ജോലിയും ചെയ്യാനുള്ള ഇത് കിട്ടുമെന്ന് വിശ്വാസമുണ്ട്. സൗകര്യമൊക്കെ വിഭാഗം കഴിപ്പിച്ചയക്കണമെന്ന് ഉള്ളൊരു ഇതൊക്കെ ആയിരുന്നു. ഇപ്പോഴാണ് ഇങ്ങനെയൊക്കെ വീട് നന്നാക്കണം, പല പ്രശ്നം എല്ലാം. വേറെ ആരും, നാട്ടുകാരല്ലാതെ വേറെ ആരും ഒരു സഹായത്തിനില്ല ഈ വീട്ടിൽ. രോഗിയായ അച്ഛൻ, മകളെ അയക്കാൻ നിവർത്തിയില്ലാതെ കഷ്ടപ്പെടുന്ന അമ്മ. ശേഷം ചേട്ടൻ വളരെ കഷ്ടപ്പെട്ടു. അങ്ങനെ സംഭവിച്ച പിന്നെ ഈ കുടുംബത്തിന്റെ കാര്യം, ചില ദിവസങ്ങൾ അരി പോലും ഇല്ലാതെ പട്ടിണി വരെ കിടന്നിട്ടുണ്ട്. കെട്ടിക്കാറായ പെങ്ങൾ, അതിനെക്കുറിച്ചാണ് ചേട്ടൻ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഒരു വിഷമം. അത് എല്ലാവരുടെയും ഒരു വിഷമമായി കരുതി എല്ലാവരും അകവഴിഞ്ഞ് സഹായിക്കണമെന്ന് താഴ്മയെ അപേക്ഷിക്കുന്നു. ഞാനിപ്പോൾ ജയിച്ചു വന്നിട്ട് 3 മാസമേ ആയിട്ടുള്ളൂ. അപ്പം ഇങ്ങനെ ഈ അത്യാഹിതം സംഭവിച്ച ഈ കുട്ടിക്ക്, ഈ പയ്യന് വേണ്ടിയിട്ട് പഞ്ചായത്തിൽ കാര്യം അവതരിപ്പിക്കുകയും അതിനുവേണ്ട സാമ്പത്തിക സഹായത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യാനും ഞാൻ ശ്രമിക്കുന്നതാണ്. അതുപോലെ നല്ലവരായ ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ നല്ല മനുഷ്യരും ഞങ്ങളോടൊപ്പം സഹകരിച്ച്, ഈ നിങ്ങളുടെയൊക്കെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ ഈ കുടുംബത്തിലെ എൻ്റെ കഷ്ടത മാറ്റി ആ പയ്യനും കുടുംബത്തിനും വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ, കുടുംബത്തിനെ എല്ലാം പയ്യനും കുടുംബത്തിനും വേണ്ട സഹായങ്ങൾ കൊടുക്കാൻ പറ്റുള്ളൂ. മാസാമാസം വരുന്ന ഒരു ഭാരിച്ച ചെലവ് ഇത് വഹിക്കാൻ പിന്നെ ഏറ്റവും കൂടുതൽ പിന്നെ മാമന്റെ മകനായ രതീഷ് ഉള്ളത് കൊണ്ടാണ് മനോജ് ഈ തരത്തിലെങ്കിലും ഇങ്ങനെ ജീവിച്ചു പോരുന്നത് എന്നാണ് ഞങ്ങളുടെയൊക്കെ ഒരു അഭിപ്രായം. ഇങ്ങനെ നാട്ടുകാരുടെയൊക്കെ നിർലോഭമായ സഹായ സഹകരണങ്ങൾ കൊണ്ടാണ്
ഈ ചികിത്സ ഇത്രയും ഒക്കെ എത്തിയത്. പക്ഷെ എങ്കിൽ പോലും അത് കൊണ്ടൊന്നും ഈ ചെറുപ്പക്കാരുടെ ജീവിതത്തിന് ഒരു ശോഭ പകരുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല. അതിന് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഞങ്ങളെ നാട്ടുകാരെ പ്രതീക്ഷിച്ചുകൊള്ളുകയാണ്. ഇത്രയെങ്കിലും ആ കുട്ടി സഹായിച്ചു പോണത് അവന്റെ അമ്മയ്ക്കും അച്ഛനും അതിനുള്ള വിദ്യാഭ്യാസം ഇല്ല. അവന്റെ മാമന്റെ മോൻ രതീഷാണ് ഇതിനെല്ലാം മുൻപന്തിയിൽ. കോട്ടയത്ത് പോവാനും ഡോക്ടറെ കാണാനും ഇഞ്ചക്ഷൻ എടുക്കാനും എല്ലാത്തിനുള്ള സഹായ സഹകരണവും രതീഷാണ് ചെയ്തു കൊടുക്കുന്നത്. പിന്നെ ഇനി ഈ പ്രോഗ്രാം കണ്ടെങ്കിലും മനസ്സലിഞ്ഞ് എല്ലാവരും സഹായിക്കട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ആ കുട്ടി എഴുന്നേറ്റ് നടന്ന് കെട്ടുപ്രായമായ ഒരു പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടിയെ ഒരു നല്ല നിലയിലേക്ക് എത്തിച്ചു വിട്ട് ആ കുടുംബത്തിന് അമ്മയ്ക്കും അച്ഛനും ഒരു താങ്ങായി വരട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അവന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു സഹായമോ മറ്റോ കിട്ടിക്കഴിഞ്ഞാൽ ആ കുടുംബത്തേക്ക് തന്നെ നല്ലൊരു സഹായമാകും. കാരണം എന്ന് വെച്ചാൽ കെട്ടിക്കാറായുള്ള ഒരു സഹോദരിയുണ്ട്. പിന്നെ അപ്പുറത്തുള്ള ബേബി ചേച്ചിയൊക്കെ എന്ന് വെച്ചാൽ അവരൊക്കെ നല്ല രീതിയിലുള്ള സഹകരണം. ഒരിക്കലും ഒരു അയൽവക്കക്കാരെ ബന്ധുക്കളോ സഹകരിക്കാത്ത വിധത്തിൽ നല്ലൊരു സഹകരണം. അതിനെ എടുത്തു പറയാനുള്ള രതീഷിന്റെ കാര്യമാണ്. രതീഷിനെ പോലെ ഒരു കൂട്ടുകാരനെ ഒരിക്കലും അവന് അത് കിട്ടത്തില്ല. നമുക്കൊന്നും അതുപോലെ ഒരു കിട്ടത്തില്ല. അതിന്റെ ജോലി പോലും കളഞ്ഞിട്ട് അതിന്റെ വീട്ടിലെ ബാധ്യത പോലും ഒഴിഞ്ഞിട്ടാണ് ആ കുട്ടിക്ക് വേണ്ടി ജീവിക്കുന്നത്. പിന്നെ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും മനോജിനെ സഹായിക്കണമെന്ന് താഴ്മയെ ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഒരു ദുശീലങ്ങളുമില്ലാത്ത മനോജിന്റെ സുഹൃത്തുക്കൾ അവർക്കാവുന്നതിന്റെ പരമാവധി മനോജിന്റെ ചികിത്സയ്ക്കായി ചെലവാക്കുന്നു. എന്നാൽ മനോജിന് സംഭവിച്ച ഈ ഘോരവിപത്തിനെ കുറിച്ച് ഒന്ന് സംസാരിക്കാൻ പോലും ആകാത്ത വിധം ഘനീഭവിച്ച ദുഃഖത്തിന്റെയും ദുരന്തത്തിന്റെയും മറുരൂപങ്ങളായി ഇവർ മാറിക്കഴിഞ്ഞിരിക്കുന്നു. എങ്കിലും ഇവർ മാനവ സമൂഹത്തിന് നൽകുന്ന സൗഹൃദത്തിന്റെയും പരസ്പര സഹായത്തിന്റെയും ദൗത്യം എത്ര വലുതാണ്. ഈ ചെറുപ്പക്കാരുടെ മനസ്സിലുള്ള നന്മയുടെ ഒരംശമെങ്കിലും ഉണ്ടെങ്കിൽ മനോജിന്റെ ഭാരിച്ച ചികിത്സാ ചെലവ് വഹിക്കാനും നിലാരംഭരായ മനോജിന്റെ കുടുംബത്തിന് ഒരു അവലംബമായി മാറാനുമുള്ള അലിവാർന്ന മനസ്സ് എല്ലാവർക്കും ഉണ്ടായിരിക്കുമെന്നത് ഉറപ്പാണ്. ഇത്തരം നല്ല മനസ്സിന് ഉടമസ്ഥരായവർ ഈ ഹതഭാഗ്യനായ ചെറുപ്പക്കാരനെയും ഒരു ഗതിയുമില്ലാത്ത ഇവരുടെ ഭാവിയിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഈ കുടുംബത്തിന് ഒരു കൈത്തിരി വെട്ടം കാണിക്കാൻ സർവാത്മന തയ്യാറായി നിറഞ്ഞ മനസ്സോടെ മുന്നോട്ട് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ കുടുംബത്തെ സഹായിക്കാനുള്ള വിലാസം: മനോജ്, കല്ലുവാക്കുഴി പുത്തൻ വീട്, വട്ടപ്പാറ, തിരുവനന്തപുരം. അക്കൗണ്ട് നമ്പർ SBI വട്ടപ്പാറ ബ്രാഞ്ച് 313325850227. അക്കൗണ്ട് നമ്പർ SBI വട്ടപ്പാറ ബ്രാഞ്ച് 313325850227. ഫോൺ 8907252219. ഫോൺ 8907252219. ഇതുപോലെ ഒരു കുടുംബത്തെ നിങ്ങൾക്ക് പരിചയമുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക. അടുത്ത ആഴ്ച മറ്റൊരു കുടുംബത്തിന്റെ വിശേഷവുമായി വീണ്ടും കാണുന്നതുവരേക്കും ബൈ ഫ്രം മനു.